ഞാനതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, എൻ്റെ ദീനിൽ വിശ്വാസികളായ സഹോദരന്മാരോട് ഞാൻ പറയും, ഞാനൊരു ദീനി സ്നേഹിയാണെന്ന് ആവർത്തിച്ച് പറയാറുണ്ട്. അത് ഞാൻ 1000 നാവുള്ള ആനന്ദനെ പോലെ പറയാറുണ്ട്. ഞാൻ ദീനിൽ സ്നേഹിയാണ്, അഭിമാനത്തോടു കൂടെ അത് പറയാറുണ്ട്. ഒരു ദീനിൽ സ്നേഹിയാണ് എന്നുള്ള കാര്യം ആ ചെറിയ പ്രായം മുതൽ എൻ്റെ മനസ്സിൽ എനിക്ക് ആഗ്രഹമുള്ളതാണ്. എനിക്ക് ഉംറയ്ക്ക് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഹജ്ജിന് പോകണമെന്നൊക്കെ കേട്ടില്ല. കാരണം ഹജ്ജിന് പോയി വരുന്നവരും ഉംറയ്ക്ക് പോയി വരുന്നവരും ഒക്കെ സംസം വെള്ളം കൊണ്ടുവരും. ഇപ്പം എൻ്റെ അയൽവക്കത്താണെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഫാമിലി എല്ലാം മഹാഭൂരിപക്ഷവും ഇസ്ലാം മത വിശ്വാസികളായ ആളുകളാണ്. ആര് ഹജ്ജിന് പോയാലും ആര് ഉംറയ്ക്ക് പോയാലും സംസം വെള്ളവും കാരക്കയും കൊണ്ടുവരുന്നതിൽ ഒന്ന് എനിക്ക് തരാറുണ്ട്, എൻ്റെ വീട്ടിലും തരാറുണ്ട്. എന്തുകൊണ്ടപ്പോൾ എനിക്ക് പോയിക്കോടാന്ന് എനിക്ക് ചെറുപ്പം മുതലേ ഒരു സ്വപ്നം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി, എൻ്റെ പേര് പ്രതാപൻ എന്നാണ്, എനിക്ക് എൻ്റെ അച്ഛൻ്റെ പേര് നാരായണൻ എന്നാണ്, എൻ്റെ അമ്മയുടെ പേര് കാളിക്കുട്ടി എന്നാണ്. അപ്പോൾ എനിക്ക് അവിടെ വരെ ഇത്ര ദൂരെ വരെ പോകാൻ പറ്റുള്ളൂ എന്ന് പിന്നീട് എനിക്ക് നന്നായി പഠിച്ചപ്പോൾ മനസ്സിലായി. എന്നാണെങ്കിലും ഞാൻ എൻ്റെ ഒരു പഠനം വിദ്യാർത്ഥിയെ പോലെ നേരത്തെ പറഞ്ഞല്ലോ, ഒരു മദ്രസയിൽ ആദ്യം കൊണ്ട് ചേർത്തിയാൽ ആദ്യം മുസാഹിബ് കിട്ടിയ ഉസ്താദ് ചൊല്ലിക്കൊടുക്കണ വാക്കുകളൊക്കെ കേട്ട് അതിങ്ങനെ മനഃപ്പാടമാക്കി ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു ഒത്തുപള്ളിയിലെ ഒരു കുഞ്ഞു കുട്ടീനെ പോലെ ഞാനിപ്പോഴും പഠിക്കാൻ വേണ്ടി എത്ര പഠിച്ചാലും പാരാവാരം പോലെയാണ് ഇസ്ലാം എന്നുള്ളത് ഇസ്ലാമിനെ അറിയുന്ന ആൾക്കറിയാം. എത്ര മുങ്ങി തപ്പിയാലും അതിലെ രത്നവും പിന്നെ തങ്കവും മുത്തുമൊന്നും തീരൂല. മുങ്ങിത്തപ്പും തോറും കൂടി പുതിയ ആശയങ്ങൾ വരുന്നതാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രത്യേകത. അപ്പം ആ കൂട്ടത്തിൽ എനിക്കൊരാഗ്രഹം ഉണ്ടായി, എന്തെങ്കിലും എനിക്ക് ഒരിക്കൽ ഒരു പ്രതാപന് പോകാവുന്ന ദൂരം എവിടെയാണ് നിയമപരമായി അതുവരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനപ്പോൾ ഷെരീഫ് എന്നെ നാട്ടിൽ നേരിട്ട് വന്ന് ക്ഷണിച്ച് ഇവിടെ വന്ന് പറഞ്ഞപ്പോഴും ഷെരീഫ് അതോടൊപ്പം തന്നെ ഇതിന് അവിടെ മാമിൽ കോർഡിനേറ്റ് ചെയ്ത എൻ്റെ സ്നേഹിതൻ മാള മൊഹീദ്ദീനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് നിങ്ങളുടെ പരിപാടി പങ്കെടുക്കാം, ഒറ്റ എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എനിക്ക് പോകാവുന്ന സ്ഥലം വരെ എന്നെ കൊണ്ടുപോകണം, എനിക്ക് ദൂരെ നിന്നിട്ടായാലും മക്ക കാണണം, അതിന് വഴികൾ അറിയണം, ഇസ്ലാമിക ചരിത്രത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അവസരം ഉണ്ടാക്കി തരണം, എങ്കിൽ ഞാൻ വരാം എന്നാണ് ഷെരീഫും ഞാനും തമ്മിലുള്ള അഗ്രിമെൻറ്റ്. ആ അഗ്രിമെൻറ്റ് ഷെരീഫ് പാലിക്കാമെന്ന് പറഞ്ഞു. അത് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ വരവിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് IDC സഹോദരന്മാരോട് പറയാൻ പ്രത്യേകം ആഗ്രഹിക്കുകയാണ്. ഞാൻ ഇസ്ലാമിനെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിന് കാര്യം പഠിച്ചപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നാനുണ്ടായ കാര്യം, ഞാൻ എല്ലാ റംസാൻ മാസത്തിലും കുറേ 19 വർഷമായിട്ട് റംസാനിൽ ഒരൊറ്റ പ്രധാനുഷ്ഠാനം കളഞ്ഞിട്ടില്ല. ഞാനൊരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് റംസാനിലെ നോമ്പനുഷ്ഠാനം തുടങ്ങിയത്. 8ാം ക്ലാസ്സിൽ പഠിക്കണ കാലം മുതൽ തുടങ്ങി. വളരെ എൻ്റെ ആത്മസുഹൃത്ത് ഒരു ഗഫൂർ എന്ന് പറയുന്ന ഒരു സ്നേഹിതനായിരുന്നു, ഏറ്റെടുത്ത സുഹൃത്ത്. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ താഴെ ക്ലാസ്സിലാണ് ഗഫൂർ പഠിക്കണം. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകും. ഞാനൊക്കെ വളരെ പാവപ്പെട്ട ദരിദ്ര വീട്ടിൽ ജനിച്ചാലാണ്. സ്കൂളിൽ പോകുമ്പോഴൊന്നും ചോറ് കൊണ്ടുപോകാനോ ചോറ്റം മാത്രമോ എന്നുള്ള കൂട്ടത്തിലില്ല. അന്ന് ഒരു നിക്കറും ഒരു ഷർട്ടും, ആ നിക്കറും ഷർട്ടും സ്കൂളിൽ നിന്ന് വന്നാൽ 2 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കഴുകി അതിട്ട് പോകും. സൂചി നൂല് ഉപയോഗിച്ചിട്ട് നിക്കറിൻ്റെ മൂട് കീറിയത് തുന്നി കൂട്ടി സ്കൂളിൽ പോയിട്ടുള്ള കുട്ടിയാണ്. അപ്പോൾ സ്വാഭാവികമായും അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ചോറൊന്നും കൊണ്ടുപോകില്ല. രാവിലെ ഒരു പക്ഷേ തലേ ദിവസത്തെ ഭക്ഷണം ബാക്കിയുള്ളത് ചോറ് വെള്ളത്തിലിട്ട് വെച്ച ചോറ് കഴിച്ചോ, കഞ്ഞി കഴിച്ചോ, അല്ലെങ്കിൽ കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയൊക്കെ കഴിച്ചിട്ടാണ് സ്കൂളിൽ പോകാറ് ആ പ്രായത്തിൽ. ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുപോകാറില്ല എന്നുള്ളത്. പക്ഷേ സ്കൂളിൽ നല്ല കശുമാവും തോപ്പുള്ള സ്ഥലമാണ്. നാഷണൽ ഹൈവേയോടെ ഇവിടെ ഇരിക്കുന്ന പോയിട്ടുള്ള ഗുരുവായൂർക്കാർക്കും നാട്ടികക്കാരായിട്ട് ആൾക്കാർക്കറിയാം. NH-17 കൂടെ കടന്നു പോകുമ്പോൾ ഗൾഫാർ മുഹമ്മദ് അലിയുടെ പത്മശ്രീ യൂസഫ് അലി അമ്മയുടെ നടുവിലാണ് എൻ്റെയൊക്കെ വീടും നാടും ഒക്കെ നിൽക്കുന്നത്. ആ സ്കൂൾ പറമ്പിൽ നിറച്ച് കശുമാവാണ്. ഉച്ചയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം കശുമാവ് കയറുകയും കശുമാവിൻ്റെ സീസണിൽ മാങ്ങ പൊട്ടിക്കുകയും സ്കൂളിൽ നിന്ന് കിണറില്ലാത്ത സ്കൂളിൻ്റെ തൊട്ട് പുറകിലുള്ള ഉസ്മാൻ ഖാൻ എന്ന് പറഞ്ഞുള്ള വീട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ അവരുടെ ക്യാൻറ്റീനിൽ നിന്ന് വെള്ളം കുടിക്കലാണ് അന്നത്തെ ഏറ്റവും വലിയ വിശപ്പ് തീർക്കാനുള്ള മാർഗം. റംസാൻ മാസത്തിൽ എൻ്റെ കൂടെയുള്ള ഗഫൂർ ഉച്ചയ്ക്ക് ഞങ്ങളെ കൂടെ അതിനും വരാറുണ്ട്. ഗഫൂറും ഇതുപോലെ ഒരു വളരെ പാവപ്പെട്ട സാധാരണ വീട്ടിൽ ജനിച്ച ആളാണ്. ഗഫൂറിൻ്റെ വാപ്പ പിന്നെ കാവ് എന്താ പറയുക മസമല്ല കാലത്തിൽ നമ്മൾ ചോക്കുന്ന കാവിൽ മത്സ്യ കച്ചവടം
കൊണ്ടുപോകുന്ന ഗഫൂറിൻ്റെ വീടിൻ്റെ പശ്ചാത്തലം. അപ്പോൾ ഞങ്ങളൊക്കെ ഒരേ ജീവിത പശ്ചാത്തലമുള്ള ആളുകളാണ്. അപ്പോൾ ഗഫൂർ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനോ മാങ്ങ പൊട്ടിക്കാനോ അല്ലെങ്കിൽ സ്കൂളിന് മുറ്റത്ത് നെല്ലിക്ക വെക്കണ നെല്ലിക്ക അമ്മായിയുടെ അടുത്തുനിന്ന് നെല്ലിക്ക ഉപ്പും മേടിക്കാനൊന്നും വരാറില്ല. അപ്പം അങ്ങനെ ആ ഒരു ഫീലിംഗ് ഗഫൂർ അതുകൊണ്ട് പകല് നെല്ലിക്ക കഴിക്കാത്തപ്പോഴും പച്ചവെള്ളം കുടിക്കാത്തപ്പോഴും തൊട്ട് ഉള്ള ഇവിടെ നിന്ന് ആരെങ്കിലും കപ്പലട്ടി മിഠായി വാങ്ങിച്ചെന്നാൽ അത് കഴിക്കാതെ നിൽക്കുന്ന സന്ദർഭത്തിൽ എനിക്കത് കഴിക്കാൻ ഭയങ്കര മാനസിക വിഷമമുണ്ടായി. എൻ്റെ ആത്മസുഹൃത്ത് ഉച്ചയ്ക്ക് വെള്ളം കുടിക്കുന്നില്ല, നെല്ലിക്കയും കഴിക്കുന്നില്ല, മിഠായിയും കഴിക്കുന്നില്ല. ഞാനപ്പോൾ അത് കഴിക്കുന്നത് ശരിയല്ല എന്നൊരു എൻ്റെ ആദ്യത്തെ ഫീലിംഗ് അവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അങ്ങനെ തുടങ്ങി ഞാൻ പിന്നെ പകല് എന്നെ ഭക്ഷണം കഴിക്കില്ല, നോമ്പറക്കാൻ വേണ്ടി ഗഫൂറിൻ്റെ വീട്ടിൽ പോകും. അങ്ങനെ തുടങ്ങിയിട്ടാണ് ഞാൻ പിന്നെ അതൊക്കെ ഒരു സ്വാഭാവികമായൊരു സൗഹൃദത്തിൽ നിന്ന് ജനിച്ചു വന്ന ഒരു സാഹോദര്യം ആയിരുന്നു. പിന്നീട് ഞാനിത് എന്താണെന്ന് അറിയാനൊക്കെ വേണ്ടി നന്നായി ശ്രമിച്ചു. അപ്പോൾ എനിക്ക് തോന്നിയത് നമുക്ക് എന്തുകൊണ്ട് ശരിയായ രീതിയിൽ എടുത്തുകൂടാ. ഞാൻ 8ാം ക്ലാസ് മുതൽ 5 നോമ്പ്, ഇന്നത്തെ വർഷം അതങ്ങനെ വർദ്ധിപ്പിച്ച് ഞാൻ പ്രീ ഡിഗ്രിക്ക് 2ാം വർഷ വിദ്യാർത്ഥിയായി നാട്ടിക ശ്രീനാരായണ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ഏകദേശം 15 നോമ്പ് കൃത്യമായും എടുക്കുന്ന ആളായി മാറി. ഞാൻ വർദ്ധിപ്പിച്ച് കഴിഞ്ഞ ഒരു 19 വർഷം അതിൽ ഒറ്റ നോമ്പ് കളഞ്ഞിട്ടില്ല. ഒരു നോമ്പ് കാലത്ത് ഞാൻ ചൈനയിൽ പോയി. എൻ്റെ ഒരു സുഹൃത്തായ ഖത്തറിലുള്ള സീഷോർ മുഹമ്മദ് അലി എന്ന് പറയുന്ന ഒരു കൊടുങ്ങല്ലൂർക്കാരനായ ഒരാളുണ്ട്, അമ്പലത്തുകാരൻ. അദ്ദേഹം ഖത്തറിൽ ഒരു ബിസിനസ്സൊക്കെ നടത്തുന്നു, അത്യാവശ്യം ഒരു സ്ഥാപനമൊക്കെ നടത്തുന്നതാണ്. അതൊക്കെ എന്നെ ചൈന കാണിൽ ആദ്യമായി ചൈനയെ കുറിച്ച് അറിയാനും പഠിക്കാനും വേണ്ടി ഒരു എക്സിബിഷനൊക്കെ കൊണ്ടുപോവുകയുണ്ടായി. റംസാനിലെ നോമ്പ് മാസമാണ്. ഞാൻ പറഞ്ഞു ചൈനയിലായാലും നോമ്പ് കളിയില്ലാന്ന് പറഞ്ഞു. എന്നെ അദ്ദേഹം വല്ലാണ്ട് പ്രേരിപ്പിച്ചു. അവിടെ നോമ്പിന് ഈ പോർക്കിൻ്റെ നെയ്യ് കൂട്ടിയതാണ് ചൈനയിലെ പ്രധാനപ്പെട്ട ഭക്ഷണം. നമുക്ക് ശരിക്കും നോമ്പ് മുറിച്ചാലൊന്നും ഭക്ഷണമൊന്നും കിട്ടില്ല. സാരമില്ല എന്ന് പറഞ്ഞു പഴവും ബ്രെഡും കഴിച്ചിട്ടായിരുന്നു നമുക്ക് നോമ്പ് മുറിക്കുകയും അത്താഴവും നമുക്ക് അത് തന്നെ. അങ്ങനെ പോകുമ്പോൾ അവിലെന്ന് പറഞ്ഞാൽ മനസ്സിലാവും അല്ലേ, എല്ലാ നാട്ടിലും അവിൽ ഞങ്ങൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അവിൽ വറുത്ത് കൊണ്ടുപോയി അതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് പറഞ്ഞു നമുക്ക് നോമ്പ് കളയരുതെന്ന് തീരുമാനിച്ചു. ഞാൻ അവിടെ നോമ്പ് എടുക്കുകയും പ്രവാചകന്റെ കാലത്ത് പ്രവാചകന്റെ അമ്മാവൻ സ്ഥാപിച്ച പള്ളി എന്നാണ് പറഞ്ഞത്. ചൈനയിലൊരു പള്ളിയുണ്ട്, പൊളിഞ്ഞ് ഇപ്പൊ കഴിഞ്ഞൊരു 8 മാസം മുമ്പ് വീണ്ടും ചൈന ആ പള്ളി ഉണ്ടാവുന്നത്. ഇപ്പൊ നന്നായി പുതുക്കി പോണത് പത്മശ്രീ യൂസഫ് അലി ഉൾപ്പെടെ ആളുകൾ പൈസ ഒക്കെ ചിലവഴിക്കുക പള്ളിയൊക്കെ പുതുക്കും. അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് ഒരു പള്ളി ഉണ്ടായി. ചൈനയിലെ ആദ്യത്തെ ഇസ്ലാമിക ദേവാലയമാണത്. അവിടെയൊക്കെ പോകാൻ അവിടെ ഞാൻ പറഞ്ഞു അങ്ങനെ നോമ്പ് ഒരിക്കലും ഞാൻ പിന്നീട് ഇതുവരെ കഴിഞ്ഞൊരു 18 വർഷം 19ാമത്തെ വർഷത്തേക്ക് ഒറ്റ റംസാൻ മാസത്തിലൊന്നും നോമ്പ് കണ്ടില്ല. എൻ്റെ കൂടെയുള്ള പല ഇസ്ലാം സ്നേഹിതന്മാരും റംസാൻ മാസത്തിൽ പുകവലിക്കുന്നതും പകല് മാറി നിന്ന് ഭക്ഷണം കഴിക്കുന്നതും ഞാൻ കാണാനിടയായിട്ടുണ്ട്. വളരെ മുതിർന്നവരായ ആളുകളടക്കം, രാഷ്ട്രീയ രംഗത്ത് മുതിർന്നവരായ ആളുകളടക്കം എന്നെ കളിയാക്കിയിട്ടുണ്ട്. പിന്നെ ചിരിക്കുന്നത് ആരുദ്ദേശം ചിരിച്ചത് എനിക്ക് മനസ്സിലായി. എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിനക്ക് തലയ്ക്ക് വെട്ടാണെന്നൊക്കെ എന്നോട് സ്നേഹം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനെപ്പോഴും എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുള്ളൊരു ആത്മനിർവൃതി എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഒരു ആത്മനിർവൃതി ഉണ്ടായിട്ടുണ്ട്. ഞാനത് 1000 നാവുള്ള അനന്തനെ പോലെ അത് പലപ്പോഴും ആവർത്തിച്ച് പറയാം. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും വളരെ ഫാസ്റ്റായൊരു വിദ്യാർത്ഥിയായിരുന്നു. പെട്ടെന്ന് പ്രതികരിക്കും. ഇപ്പോഴും വല്ലാണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ട്. അങ്ങോട്ട് പോയിട്ടില്ല. വളരെ പെട്ടെന്ന് പ്രതികരിക്കും. ഭയങ്കര ചൂട് ആ ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. പിന്നെ നമുക്ക് ഈ ഒരു മാസക്കാലം മനസ്സിന് പിന്നെ ഒരു ഓവറോൾ ചെയ്യാൻ പറയാം. നമ്മളൊരു സാധാരണ എൻജിൻ ഓയിൽ നമ്മൾ 5000 കിലോമീറ്റർ 10000 കിലോമീറ്റർ ഓടിയാൽ ഒരു വാഹനം സർവീസ് ചെയ്ത് പഴയ ഓയിലൊക്കെ മാറ്റി പുതിയ ഓയിൽ കൊടുത്ത് ഒരു എൻജിനെ നമ്മൾ പൂർണ്ണമായും പിന്നെ രണ്ടാമത് റീസൈക്കിൾ ചെയ്ത് ഇറക്കുന്ന പോലെയാണ്. ആ ഒരു 30 ദിവസമോ 28 ദിവസമോ 29 ദിവസമോ നമുക്ക് കിട്ടുന്ന ഒരു നിർവൃതി, അതിൻ്റെ ഒരു നിയന്ത്രണം, ആത്മസുഖം. പലപ്പോഴും നമുക്ക് എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോൾ ഒന്നും പതറാതിരിക്കുക, ആരെങ്കിലും അനിഷ്ടം പ്രകടിപ്പിക്കുമ്പോൾ അപ്പോഴൊന്നും നമ്മൾ തളരാതിരിക്കുക, നിശ്ചയദാർഢ്യത്തോടെ കൂടി നിൽക്കാൻ അവസരമുണ്ടാകുക. എൻ്റെ കൂടെ നിൽക്കുന്ന പലരും അഭിപ്രായം മാറ്റി വേർപിരിഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്തു പോകുമ്പോഴും ഉറച്ച അഭിപ്രായത്തിൽ സ്ഥിരതയോടെ കൂടെ നിൽക്കാൻ എനിക്ക് പ്രേരണ നൽകിയത് വിശുദ്ധ ഇസ്ലാമിലെ റമദാൻ മാസത്തിൽ പിന്നെ ഒരു ഇസ്ലാം മതവിശ്വാസി എടുക്കുന്നതിനേക്കാൾ നിഷ്ഠയോടുകൂടി
നിസ്കാരവും പ്രാർത്ഥനയും ഒഴികെയുള്ള പൂർണ്ണമായ ഭൗതിക കർമ്മം നിർവഹിച്ചതുകൊണ്ടാണെന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. അത് തന്നെയാണ് എൻ്റെ ഇസ്ലാമുമായിട്ടുള്ള ഒരു ബന്ധം. രണ്ടാമത്തെ